വയനാട് മാനന്തവാടിയിൽ നഗരത്തിലിറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെക്കാൻ തീരുമാനം. മാനന്തവാടി ടൗണിൽ നിരോധനാജ്ഞ തുടരുകയാണ്. ആന കാടുകയറും വരെ കടകൾ അടച്ചിടാനും നിർദ്ദേശമുണ്ട്. സ്കൂളുകൾക്കും ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജോഷില ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി മാനന്തവാടിയിൽ നിന്നും ചേരുന്നുണ്ട്. ജോഷില, ഈ ദൗത്യത്തിന്റെ ഭാഗമായി കുങ്കിയാനകളെ അടക്കം അവിടെ എത്തിച്ചിട്ടുണ്ട്. മയക്കുവെടി വെക്കാനുള്ള ദൗത്യം ഏറ്റവും അടിയന്തരമായി തന്നെ തുടങ്ങുകയാണോ? തീർച്ചയായും കാവ്യ, ഇപ്പോൾ ആനയുള്ളത് ഇവിടെ മാനന്തവാടി ടൗണിന്റെ ഒത്ത നടുവിലാണ് എന്ന് വേണം പറയാൻ. അതായത് പോലീസ് സ്റ്റേഷനുണ്ട്, ആദിവാസി കോളനിയുണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുണ്ട്. ഇതിൻ്റെയൊക്കെ പരിസരത്ത് ഉള്ള ഒരു വയലിലാണ്, താഴെ മാനന്തവാടി ടൗണിന് നേരെ താഴെയുള്ള ഒരു വയലിൽ വാഴത്തോട്ടത്തിലാണ് ആനയുള്ളത്. ആന ഇപ്പോൾ വാഴത്തോട്ടത്തിൽ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. അത് അവിടെ ആ കാണുന്ന തോട്ടത്തിലാണ്, അതിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആന. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ അതിന് ചുറ്റുമായി വളഞ്ഞിട്ടുണ്ട്. എന്തായാലും മയക്കുവെടി വെക്കാനുള്ള തീരുമാനം ആയ സ്ഥിതിക്ക് ആളുകളെല്ലാം ഒഴിപ്പിക്കുന്നുണ്ട്. ആദിവാസി കോളനിയുടെ അടുത്ത് വീടുകൾ ഉണ്ട്, ഒരുപാട് വീടുകളുണ്ട്. മാത്രമല്ല ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ജനവാസ മേഖല കൂടിയാണിത്. അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും സുരക്ഷിതമായ ഒരു സമയത്ത് ആയിരിക്കും ഈ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. കലക്ടർ രേണുരാജിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2 DFOമാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിലാണ് വളരെ സുരക്ഷിതമായി തന്നെയായിരിക്കും മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തിരുനെല്ലി കാടുകൾ വഴി മക്കിമല വഴി ആണ് ഈ ആന വന്നിരിക്കുന്നത്. ഇടവക പഞ്ചായത്ത് ഇപ്പോൾ ഈ മയക്കുവെടി വെക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് അല്പസമയം മുൻപാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ എല്ലാവരും ചേർന്നുകൊണ്ട് ഇനിയുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങൾ എന്താണ്? ഈ ജനവാസ മേഖല തൊട്ടടുത്തുള്ളത് കൊണ്ട് ജനങ്ങളെ ഒഴിപ്പിക്കുക എന്നത് മാത്രമാണോ? ജനവാസ മേഖല തൊട്ടടുത്തുണ്ട്. ജനങ്ങൾ ഒഴിഞ്ഞു പോയതിനു ശേഷം ഒരു സുരക്ഷിതമായ ഒരു സമയത്ത് മാത്രമായിരിക്കും മയക്കുവെടി വെക്കുക. അതുപോലെ തന്നെ കുങ്കിയാനകൾ വിക്രമും സൂര്യനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ആന ഇപ്പോൾ മറ്റ് ആളുകൾക്ക് ഉപദ്രവകരമായ രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല ഇതുവരെ. അത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല രാവിലെ മുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എല്ലാം സുരക്ഷിതമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സജ്ന കരീം, മാർട്ടിൻ ലോവൻ എന്ന് തുടങ്ങിയ DFOമാരുടെ നേതൃത്വത്തിൽ അവർ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ ആന ഒരു അപകടകാരിയല്ല, കൃഷിനാശം വരുത്തുന്നു എന്നല്ലാതെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് ആന ഇതുവരെ പോയിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ആനയുടെ ഒരു ചരിത്രം നമുക്ക് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. കർണാടകയിലെ ഹസനിൽ നിന്നും സഹാറ എസ്റ്റേറ്റിൽ നിന്നും ജനുവരി 16-നാണ് ആനയെ പിടികൂടിയത്. ആനയെ പിന്നീട് നിരീക്ഷണ ചുമതല മൈസൂർ വനംവകുപ്പിനായിരുന്നു. ആന ഈ രീതിയിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആന പെട്ടെന്ന് ഗതിമാറിയതിനെ തുടർന്നാണ് വനംവകുപ്പിന്റെ ഒരു നിരീക്ഷണം നഷ്ടപ്പെടാൻ ഇടയായത്. അത് പിന്നീട് തിരുനെല്ലി കാടുകൾ വഴിയാണ് ഇവിടേക്ക് മാനന്തവാടിയിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള ഒരു ആനയുടെ ഗതിമാറ്റമാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. താഴെങ്ങാടി കോഴിക്കോട് റൂട്ടിലാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലത്ത് അടക്കമുള്ളവർ ഇപ്പോൾ സ്കൂളിനുള്ളിൽ തന്നെ മറ്റൊരു നിർദ്ദേശം വരുന്നത് വരെ തുടരണമെന്ന നിലയ്ക്കൊരു പുതിയൊരു നിർദ്ദേശം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങൾ, ആ നിലയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെയാണ് ഈ മണിക്കൂറിൽ? തീർച്ചയായും നേരത്തെ തന്നെ 144 പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും നേരത്തെ സ്കൂളിൽ എത്തിയ കുട്ടികൾ അവിടെ തന്നെ തുടരണം എന്നുള്ള നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. കാരണം കുട്ടികൾ സ്കൂളിൽ നിന്നും പുറപ്പെട്ടാൽ രക്ഷിതാക്കൾ ഇവരെ കൊണ്ടുവരാനും മറ്റുമായി ടൗണിലേക്ക് കൂടുതലായി വരാനുള്ള സാധ്യതയുണ്ട്. ഇത് വലിയ അപകടത്തിലേക്ക് നീക്കും. ഒരു സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളോട് സ്കൂളിൽ തന്നെ തുടരാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്കൂൾ എന്തായാലും പ്രവർത്തിക്കുന്നില്ല. പക്ഷേ നേരത്തെ രാവിലെ തന്നെ സ്കൂളിലെത്തിയ കുട്ടികളുണ്ടായിരുന്നു. അവരോട്
ആളുകളോട് അവിടെ തന്നെ തങ്ങാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ കൂടുതൽ ആളുകൾ ഈ ഒരു സ്ഥലത്തേക്ക് വരാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് റൂട്ടാണ്. ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. അങ്ങനെ ടൗണിലുള്ള എല്ലാ കടകമ്പോളങ്ങളും അടച്ചിടാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സ്ഥലം ഇപ്പോൾ സുരക്ഷിതമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.